ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതിന് ഇതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യമായി ഞാൻ കുറേ സവാള, ഒരു 3-4 സവാള ഞാൻ എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ, അതിൻ്റെ കൂടെ വറ്റൽമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമായ ഞാൻ അതിലൊരു 5-6 മുട്ട, അതിന് വേണ്ടുന്ന അരപ്പ് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, 2 ഇത്തിരി വറ്റൽമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് നന്നായിട്ട് ചൂടാക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കാണ് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിനാവശ്യമായ ഇതെല്ലാം വഴണ്ടി വരാൻ വേണ്ടുന്ന ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, 5-6 വറ്റൽമുളകും കൂടെ അതിനകത്തേക്ക് ഇടാം. അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പച്ചമുളക്, മലക്കറിയിലെ പച്ചമുളകും കൂടെ അതിനകത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ, കറിവേപ്പില അതിനെ ഒന്ന് തക്കാളി അടുത്ത നമ്മളതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ തക്കാളിയാണ്. തക്കാളി നന്നായി ഒന്ന് വഴറ്റി എടുക്കുക. അതിനകത്തോട്ട് ചേർത്തിട്ട് അതിനെ നന്നായി ഒന്ന് വഴണ്ട് വരണം കേട്ടോ. എല്ലാം ഒന്ന് ഒരുവിധം പച്ച മണം മാറുന്നത് വരെ വഴറ്റി എടുത്തിട്ട് വേണം ഓരോരോ സാധനം ഓരോരോ കഷ്ണങ്ങൾ നമ്മൾ അതിൽ ചേർക്കാൻ. അതിന് ശേഷം നമുക്ക് സവാള ചേർക്കാം. സവാള അതിന് ആവശ്യമായ ഈ 3 സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ അത് നന്നായി അതിലേക്ക് മൊത്തം നീക്കിയിട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതും ഒന്ന് വഴണ്ട് വരണം കേട്ടോ. നന്നായി ഒന്ന് വഴണ്ട് വന്ന് അപ്പം നമ്മൾ ഈ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വഴണ്ട് വരും. അത് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഈ സവാളയും തക്കാളിയും എല്ലാം പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി എടുക്കണം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ നമ്മൾ ഈ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഇതിനെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി നമ്മളൊരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെക്കണം. ആവി കയറാതെ നന്നായി ഇരുന്ന് ആ ആവിയിൽ ഇത് വഴണ്ട് നന്നായി ഒന്ന് വെന്ത് ആ ഉപ്പും എല്ലാം പിടിച്ച് ആ പുളിപ്പും എല്ലാം പിടിച്ച് നന്നായിരിക്കും. ഇനി നമുക്കതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് അതിനെ ഒന്ന് ഇളക്കി നമുക്കതിനെ വീണ്ടും ഒന്ന് ഇളക്കി നന്നായി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനാണെങ്കിൽ ഇതിലാണെങ്കിൽ നല്ലതായി വൃത്തിയായി ഇളക്കി കൊടുക്കണം. നല്ല ഇതായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഇതിലെന്തെങ്കിലും പറയുക ഇത്തിരി നമ്മൾ ചിക്കൻ മസാല തട്ടിപ്പൊത്തി വെച്ചു. വീണ്ടും ഞാൻ എടുത്തു. അതിലേക്ക് 5-6 ഇത്തിരി ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ മുട്ടയെല്ലാം പൊട്ടിച്ചെടുത്തു. ഒരു 6-7 മുട്ട ഞാൻ എടുത്ത്. പിള്ളേരെ എല്ലാവരും ഉള്ളതുകൊണ്ടേ, അച്ഛനുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവർക്കും മുട്ട തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെ മുട്ട തോരൻ എടുത്തു. അപ്പം ഞാൻ ഇതിനെല്ലാം ഒരു പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് നല്ലോണം ഉടച്ചെടുത്തു, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അത് ഈ തോന്നിരുന്ന അരപ്പ് തുറന്ന് അതിലേക്ക് ഞാൻ ഇതിനെ വീണ്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ മുട്ടത്തോരൻ, ഈ മുട്ട പൊട്ടിച്ചത് അതിനെ നന്നായിട്ട് ഇളക്കി ഇപ്പം ഇങ്ങനെ അങ്ങ് അടിക്ക് പിടിച്ച് കുഴഞ്ഞ പരുവത്തിനൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടിക്ക് പിടിക്കാതെ. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ എടുക്കുന്നത്. അതാകുമ്പോൾ നല്ല നോൺ സ്റ്റിക്ക് നല്ല അത് അടിക്ക് പിടിക്കില്ല. ഇനി നന്നായിട്ട് ഇതിനെ ചിക്കി എടുത്ത് ഈ പരുവത്തിനാക്കി എടുക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. എങ്ങനെയുണ്ട്, രുചിയായിരുന്നോ, കൊള്ളായിരുന്നോ, ഓരോ നാട്ടിലും ഓരോ രീതി. അപ്പം നമ്മുടെ ഈ തിരുവനന്തപുരം നാട്ടിലെ ഈ ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. ഇവിടെ ആണെങ്കിൽ പിള്ളേരെ അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുക, ചോറ് താന്ന് അവരൊക്കെ ഇടയ്ക്ക് തിന്നട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.